നാളെ നമ്മുടെ പെരവാസ്തുവിലല്ലേ, അത് ഞാനല്ല പറയുന്നത്, ഇദ്ദേഹത്തിന്റെ വീടല്ലേ. ഇത് രവിചേട്ടന്റെ വീടാണ്. അതെ, ഉല്ലാസേട്ടൻ പറഞ്ഞത് രവിചേട്ടന്റെ വീടാണ്. ഞാൻ ഇനി എന്റെ നമുക്കെല്ലാം ഒരു സമയത്ത് ഒരാള് രക്ഷനായിട്ട് എവിടെയെങ്കിലൊക്കെ വരുന്നു പറയൂലേ, അമ്മയുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും. അതെ, ഞങ്ങളുടെ ദൈവമാ. ഭംഗിന്ന് പറഞ്ഞാല് ഞാൻ അതിനകത്ത് കണ്ണുവെക്കും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഞാൻ തന്നെ കണ്ണുവെക്കും എന്റെ വീട്ടിൽ അല്ലേ. നമ്മൾ സോഷ്യൽ മീഡിയ അറിയാതെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കുട്ടികളെ പുതിയൊരാളെ കൂടെ നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ശരി ശരി. ഇത് ക്രൗഡ് ഫണ്ടിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ നിന്നുണ്ടാകുന്ന ഇതിനകത്ത് തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ ഒരു 100-120 വർക്കേഴ്സ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം വെറും സാധാരണപ്പെട്ടവരാണ്. നമ്മുടെ ഈ വീടിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും അവർ തന്നെ. ഇപ്പോൾ ഒരു 1000 രൂപ ശമ്പളം മേടിക്കുന്നവനും ഇവിടെ വന്ന് പണിയാൻ നേരം 500 രൂപ മേടിക്കത്തുള്ളൂ. നല്ലൊരു ടീം നമ്മുടെ കൂടെ. ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോ അവൻ കുറെ ആള് അവൻ തന്നെ വീട് വെച്ചിട്ട് 3 വർഷമായിട്ടുള്ളൂ. അല്ല, ഞാൻ 3 വർഷമായിട്ട് വീട് വെച്ചിട്ട്, അതും ഒരു 3 സെന്റിനകത്ത് ചെറിയൊരു വീടാണ്. വീട് വെച്ചിട്ട് കടം കയറി എന്നുള്ളൊരു പ്രശ്നം വരരുത്. പൈസ ബാക്കി വരും. നമ്മുടെ അടുത്തോട്ട് ഒരു ക്ലയന്റ് ഒരു 30 ലക്ഷം രൂപയുടെ വീട് ചോദിച്ച് വരുവാണെങ്കിൽ അത് 3 ബെഡ്റൂം ഒക്കെ 2 നിലയൊക്കെ ചോദിച്ചായിരിക്കും വരുന്നത്. ഞാനതൊരു 20 ലക്ഷം രൂപയ്ക്ക് ഒരു 3 ബെഡ്റൂം താഴെ തന്നെ ചെയ്ത് ക്ലിയർ ആക്കി സെറ്റായി കൊടുക്കും. 2 സെന്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ സാധനം ചെയ്യാം. ഇതുപോലെ ചെയ്യാൻ പറ്റും. 2 സെന്റ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വീട്, നല്ല മനോഹരമായിട്ടുള്ള വീട് നമുക്ക് ചെയ്യാൻ പറ്റും.